ശ്രീ ആർ വി ബാബു, RSSനെ നിരോധിക്കും എന്നാണ് കർണാടക കോൺഗ്രസിന്റെ ഭീഷണി. മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയാങ്ക് ഖാർഗെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്കിത് കേൾക്കുമ്പോ ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം ഒരു പേട്ടു പയ്യൻ വന്നിട്ട് RSSനെ നിരോധിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിരോധിക്കും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് എന്താ പറയുക, നമ്മൾ സാധാരണ നാട്ടുമ്പുറങ്ങളിൽ ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ കരഞ്ഞു തീർക്കുന്ന ഒരു കാര്യം. കാരണം ഈ RSSനെ നിരോധിക്കാനായിട്ട് ഈ ഖാർഗെ അല്ലെങ്കിൽ ഖാർഗെ ഇപ്പോഴത്തെ ഈ ജൂനിയർ ഖാർഗെയുടെ അച്ഛനും അതേപോലെ അവരൊന്നുമല്ല, അതിനേക്കാൾ വലിയ വലിയ കേമന്മാര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. പട്ടേൽ ഉണ്ടായിരുന്നു, പിന്നീട് ഇന്ദിരാഗാന്ധി ശ്രമിച്ചു, പിന്നെ നരസിംഹറാവു ശ്രമിച്ചു. ഇതൊക്കെ കണ്ടവരാണ് നമ്മള്, അല്ലെങ്കിൽ അതൊക്കെ കേട്ടവരാണ്. ഈ പയ്യൻ അതിനു വേണ്ടിയുള്ള സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വപ്നം കാണാനായിട്ട് ഇപ്പൊ ആർക്കും കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സ്വപ്നം കാണട്ടെ. ഇതിനകത്ത് അതിൽ കൂടുതലൊരു പ്രതികരണമൊന്നും ആ പയ്യൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ വലിയ കാര്യമായിട്ട് അതിന്റെ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഒരു പ്രതികരണവും ഇതിനകത്ത് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ആർ വി ബാബു, ഇവിടെ കർണാടക മന്ത്രി എന്നുള്ള നിലയിലാണ് പ്രിയങ്ക് ഖാർഗെ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തുന്നത്. നമുക്കറിയാം കർണാടകയിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്നുള്ളത്. തീവ്ര മതവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അത് കഴിഞ്ഞ് ആ മതവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന പല നയങ്ങളും സർക്കാരിന് തന്നെ സ്വീകരിക്കേണ്ടി വന്നതും നമ്മൾ പിന്നീട് ഉടനീളം കണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി നടത്തുന്നത് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു കരുതലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകുമോ? അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് നമുക്കിപ്പോ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഈ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ആണ് ഇവർ ഈ ബഹളം മുഴുവൻ വെക്കുന്നത്. അപ്പൊ മുസ്ലിം സമൂഹം തൃപ്തിപ്പെടണമെങ്കിൽ RSSനെ, സംഘപരിവാർ സംഘടനകളെ ആക്രമിക്കുക, സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും കടുത്ത എതിരാളികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കുക. അപ്പൊ കർണാടകയിൽ അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരമാണ്. ആരാണ് RSSനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അതിന്റെ മറവിൽ ഈ പാവം മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്നതോ അവരെ കൊള്ളയടിക്കുന്നതോ അവരുടെ ബേസിക് അവകാശങ്ങൾ നിഷേധിക്കുന്നതോ ഒന്നും ഒരു വിഷയമല്ല. അവരുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒന്നും അവർക്കും ഒരു വിഷയമല്ല. കാരണം അവരെ സംബന്ധിച്ചും RSSനെ നാലടി അടിക്കുന്നത് ആരാണ് കൂടുതൽ എന്നാണ് അവരും ചിന്തിക്കുന്നത്. അപ്പോ അതിലൂടെ യഥാർത്ഥത്തിൽ ഈ ആളുകൾ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചുളുവിൽ അവരുടെ കാര്യം നേടി പോവുകയാണ്. ഇതൊന്നും സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്കറിയാം. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. പാവം മുസ്ലിങ്ങളെ പറ്റിക്കാനായിട്ട് കോൺഗ്രസ് എടുക്കുന്ന കുറെ പ്രചരണ സാമഗ്രികൾ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അത് അങ്ങനെ നിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കോൺഗ്രസിന്റെ നട്ടലുള്ള നേതൃത്വം ഇപ്പൊ ഇല്ല. അതിന് നട്ടലുള്ള നേതൃത്വം വെറുതെ വായ്ത്താരി പറയാന്നല്ല, RSSന്റെ നിരോധനം എന്നുള്ള ആ വാക്ക് ഉച്ചരിക്കാൻ നട്ടലുള്ള നേതൃത്വം ഇപ്പൊ ഏതായാലും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. മദാമ കോൺഗ്രസിലും ഇല്ല, പഴയ ഇന്ദിരാ കോൺഗ്രസിലും ഇല്ല. അതെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.